ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യലായിട്ടുള്ള രസക്കാളനാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ രസക്കാളൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ആ കടായിലേക്ക് മത്തനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് വാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ കുമ്പളങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പം മത്തനും കുമ്പളങ്ങയും ഒരേ വേവാണ്. ഇത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് അര സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 1/4 സ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ പച്ചരിയാണ്. ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ പച്ചരിയുടെ ഒക്കെ ആ കളർ ഒന്ന് മാറി വരും. ഇനി ഇതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിലവർ അത് വേവിക്കുന്ന സമയത്ത് തന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഈ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലേക്കാണ് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. ഈ പച്ചരിയുടെ കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാറാൻ വെക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത പച്ചരിയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് അരക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ ദാ കുമ്പളങ്ങയും മത്തനും വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മെൽറ്റാക്കി എടുത്ത ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഈ നാളികേരം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാ നാളികേരമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട തൈരാണ്. ഒരു 8 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരണം. അപ്പോൾ ദാ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ദാ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 3 ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് രസക്കാളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.